ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷനായ. നമ്മളൊരു ഇൻട്രഡക്ഷൻ വീഡിയോ ഇട്ട് ഓർമ്മയുണ്ടോ? സോ അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ഷനായനെ കുറിച്ചും ഷനായന്റെ പേരിന്റെ ബാക്കിലുള്ള സ്റ്റോറിനെ കുറിച്ചും പിന്നെ ഷനായിലത്തെ പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാലോ? സോ ആ സ്റ്റോറി ഞാൻ നിങ്ങളോട് പറയുന്നതിനെക്കാട്ടും ബെറ്റർ നമ്മൾ ഷനായന്റെ ബാക്ക് ബോൺസ് പറയുന്നതായിരിക്കും. സോ നമ്മളെ കൂടെ ഇന്ന് രണ്ടാളുണ്ട്, നമുക്കൊന്ന് കണ്ടാലോ? ഞാൻ രണ്ടാൾ പറഞ്ഞില്ലേ, അത് വേറെ ആരുമല്ല, നമ്മളെ ഷനായന്റെ ഓണേഴ്സ് ആണ് കേട്ടോ. ഇത് റഷീദക്ക ആൻഡ് ഇത് സീനത്ത. എന്തൊക്കെയാണ്, സുഖാണോ? നല്ല അൽഹംദുലില്ലാഹ്. സോ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ ഷനായ എന്താണെന്ന് അറിയാം. നമുക്ക് റഷീദ് ഖാനോട് തന്നെ ചോദിച്ചിട്ട് അറിയാം. സോ റഷീദ് ഖാൻ, എന്താണ് ഷനായ? അതിന്റെ ബാക്കിലുള്ള സ്റ്റോറി എന്താണ്? ഷനായ സിനു, അതിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട്. ഞങ്ങളൊരു ഈ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞങ്ങളൊരു പേരാണ് ആദ്യം അന്വേഷിച്ചത്. ആ ഒരു പേരിന് ഒരു പ്രത്യേകത വേണമെന്നും അതിനൊരു സ്പെഷ്യാലിറ്റി വേണമെന്നും അത് നമ്മളായിട്ട് വളരെ ക്ലോസ്ഡ് ആയിരിക്കണം ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഞങ്ങൾ അതിൻ്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നത്. ആദ്യം ഞാൻ കരുതി എൻ്റെ മാഡത്തിൻ്റെ തന്നെ ആയിക്കോട്ടെ എന്ന്, സീനത്തിൻ്റെ പേരായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് തോന്നി അത് കുറേ പേരുകൾ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നി എൻ്റെ മകളുടേതായാലോ ഹെബ എന്നുള്ളത്. അങ്ങനെ ആ ഒരു പേരുണ്ടെങ്കിലും ഈ ഷനായ എന്നുള്ള പേര് എൻ്റെ മനസ്സിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, ഇപ്പോഴൊന്നുമല്ല. എനിക്ക് ഈ ഉറുദു, എൻ്റെ മകളുടെ പേര് ഹെബ എന്നാണ്, അതൊരു അറബിക് പേരാണ്. അപ്പൊ ഈ ഷനായ എന്നുള്ളത് ഉറുദു ആണ്, ഇത് സംസ്കൃതത്തിൽ നിന്ന് തന്നെയാണ് അത് ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു മീനിങ് ഉണ്ട് ശരി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു പേര് അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു തേർഡ് ചോയ്സ് നൽകി അവളോട് ചെയ്ത് നമുക്ക് ഷനായ ആയാലോ. അപ്പൊ അവളെല്ലാവരും അപ്രൂവ് ചെയ്തു. പിന്നെ ഈ പേര് ഞാനും അവളും മാത്രം ഫൈനൽ ചെയ്ത പേരാണ്. ഓക്കെ, ഇനി ഷനായന്റെ മീനിങ് പറയാം എന്താണുള്ളത്. എന്താണ് ഷനായ? ഷനായ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു മീനിങ് തന്നെ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഒരു ഫെമൈൻ നൈം ആണ്, പെണ്ണുകളുടെ പേരായത്. അത് ഞാൻ പറഞ്ഞ പോലെ ഇത് ഡെറിവേറ്റ് ചെയ്യുന്നത് ഉറുദുന്നും അതുപോലെ തന്നെ ഈ സംസ്കൃതം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് ഓൾറെഡി നോർത്ത് ഇന്ത്യൻസിന്റെ ഇടയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പേരാണ്. പിന്നെ ആ അതിൽ തന്നെ നല്ല മീനിങ് ഉണ്ട്, ഗിഫ്റ്റ് ഓഫ് ഗോഡ് അല്ലെ എലഗൻസ്, അത് ഒരു ആദ്യത്തെ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളെ പ്രൊഡക്റ്റും ഇതായിട്ട് ഈ പേരിന് ഭയങ്കര മാച്ച് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളുടെ ഉപയോഗിക്കുന്ന നമ്മൾ ഇമ്പോർട്ട് ചെയ്ത മെറ്റീരിയലിന് അതിൻ്റെ ഒരു എലഗൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതൊരു അരിസ്റ്റോക്രാറ്റിക് അങ്ങനെയുള്ള ആ ഒരു കുലീനത്വം എന്ന് പറയില്ല, സംതിങ് സ്പെഷ്യൽ, ഒരു എല്ലാത്തിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുള്ള മെറ്റീരിയലിനോടൊപ്പം തന്നെ പേരിന്റെ കൂടെ തന്നെ ക്ലബ് ആകുന്ന രീതിയിലുള്ള മെറ്റീരിയൽ തന്നെ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യും. അതായത് നമ്മളൊരു ഒരു എത്നിക് വെയർ ഒരു സാധനം ധരിച്ചു കഴിഞ്ഞാൽ ആ ധരിക്കുന്നവർക്ക് തന്നെ അവർക്ക് തന്നെ ഒരു കുലീനത്വം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻസ് ആണ് കൂടുതലും നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഷനായ എന്നുള്ള പേര് ഉണ്ടാക്കിയത്. പിന്നെ അതിനൊരു സെല്ലിംഗ് വേർഡ് ഉണ്ട്, അതിന് കുറെ മീനിങ് ഉണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ChatGPT നിങ്ങൾ സെർച്ച് ചെയ്താൽ അത് ഈസി ആയിട്ട് കിട്ടും. സോ നമ്മൾ ഷനായന്റെ ബാക്കിലെ സ്റ്റോറിയും കേട്ട് ഷനായ എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഷനായത്തെ പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയാം. ഓക്കെ, സോ റഷീദ് ഖാൻ, നമ്മൾ കുറച്ച് ഇനി പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയാം. എന്താണ് ഇവിടെയുള്ള പ്രൊഡക്ട്സ്, നിങ്ങൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്? സിനു, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് അതായത് എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ കാരണം വെച്ചാല് ശരിക്കും ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ഈ ഒരു ഏജിലാണ്. മീൻസ് എനിക്ക് ബിസിനസ്സുകൾ പലതും ഉണ്ട്, പക്ഷേ എനിക്ക് വൈഫിനെ ഒന്ന് ഒക്യുപ്പൈഡ് ആക്കണം. ഞങ്ങളൊരു സർട്ടൺ ടൈം കഴിഞ്ഞ് അവളൊന്ന് എൻഗേജ്ഡ് ആണോ, കൂടുതൽ അവള് എന്താ പറയാ, ഒരു സ്വന്തം ബിസിനസ് ഉണ്ടാകുമ്പോൾ അതുമായിട്ട് കൂടുതൽ അവളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അവൾ വളരെ ഹാപ്പി ആയിരിക്കും, എല്ലാം കൊണ്ടും രോഗങ്ങൾ കുറയും. അപ്പൊ ആ രീതിയിലുള്ളൊരു ചിന്ത എന്നാണ് പ്രൊഡക്റ്റുകൾ എൻഗേജ്ഡ് ആകാൻ വേണ്ടി. അപ്പം അത് കൂടാതെ അപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലായത് അവൾ ഈ ഒരു ഡിസൈനിങ്ങിൽ വളരെയധികം പ്രൂഡാണ്. അതായത് അവൾ വാങ്ങുന്ന മെറ്റീരിയൽ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഗൾഫിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്ന് വാങ്ങി, ഇത് ഞങ്ങൾക്ക് കിട്ടുന്നു. അപ്പൊ കുറെ സ്പെഷ്യാലിറ്റി ഡിസൈനിങ്ങിൽ ഞങ്ങൾ കണ്ട്, മീൻസ് ഞാൻ മനസ്സിലാക്കി, ഞാനാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എനിക്ക് തോന്നി അവള് ഈ ഒരു കാര്യത്തില് പിന്നെ കുറെ കൂടി ആപ്റ്റാണെന്ന് തോന്നി, മറ്റുള്ളവരെക്കാൾ ഒരു സംതിങ് ഡിഫറെന്റ് അങ്ങനെ എനിക്ക് തോന്നി. അപ്പൊ അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഏത് പ്രൊഡക്റ്റിലാണ് അവൾക്ക് കൂടുതൽ എബിലിറ്റി ഉള്ളത് മനസ്സിലാക്കി. അപ്പം ഏത് പ്രൊഡക്റ്റാണ് അവൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യം വെച്ചാൽ അബായാസ്, അതായത് അറബിക് അബായാസ്. അതിനകത്തുള്ള ആ ഒരു ഇൻട്രസ്റ്റും വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന രീതികളും കൂടാതെ തന്നെ ഏതൊരു അബായ വാങ്ങുമ്പോഴും അവളെ രീതിയിലുള്ള ഡിസൈൻസ് അവൾ ഉണ്ടാക്കിയെടുക്കും. അത് UAE പോസിബിൾ ആണ്, ദുബായിലാണെങ്കിലും ഈ പറഞ്ഞ ഫാക്ടറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് രീതിയിൽ ഡിസൈൻ ചെയ്യും. അപ്പൊ ഓരോ പ്രാവശ്യം അവൾ വരുന്ന സമയത്തും അവളെ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടാണ് അവള് അബായകൾ കൊണ്ടുവരുന്നത്. ഈ വർഷങ്ങളായിട്ട് ചെയ്ത പണിയാണത്. അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊന്ന് കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൂടെ എന്നുള്ളത്. ഞാൻ ചോദിച്ചത് എല്ലാവരും ഇതിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, അങ്ങനെയല്ലായിരുന്നു കുടുംബത്തിൽ നിന്നൊക്കെ ചോദിച്ചത്?
എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാ വാങ്ങുന്നത് ഞങ്ങൾക്കും കൊണ്ടുതരാൻ പറ്റൂല എന്നൊക്കെ. ഡിസൈൻസ് ഒക്കെ ആദ്യം ഇഷ്ടമായിരുന്നോ സീനത്ത്? ഒരുപാട് ഡിസൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം മുതലേ മോളെ പരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. മോക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഡിസൈൻ ചെയ്യായിരുന്നു. കല്യാണത്തിന്റെ ഡിസൈൻ ഒക്കെ എല്ലാം ഡിസൈൻ ചെയ്തൊക്കെ ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ആദ്യം ഞങ്ങൾ അബായയിലേക്ക് പോയി. അപ്പോൾ നമ്മളിപ്പോ ഈ ഷോപ്പിൽ കൊണ്ടുവന്ന ആദ്യം പ്രൊഡക്റ്റ് എന്തൊക്കെയാന്ന് പറയുന്നതിന് മുമ്പ് അത് ഈ അബായനെ പറ്റി പറഞ്ഞല്ലോ. ഈ അബായ നമ്മൾ ഷോപ്പിൽ വെച്ച ഓരോരോ അബായക്കും ശരിക്കും അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഓരോരോ അബായയിലും അതിന്റെ എല്ലാ ഭാഗത്തും ഇവരുടെ കൈയെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ട ടൈമിൽ ഞാൻ പറഞ്ഞത്, ഓരോ പ്രൊഡക്ട്സിലും നേരിട്ട് ഇവരുടെ കൈ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതൊരു ബൾക്ക് പർച്ചേസ് ആയിട്ട് ഒരു ക്വാണ്ടിറ്റി പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കൊണ്ട് വിൽക്കുന്ന ആ ഒരു സിസ്റ്റം ഞങ്ങൾക്കില്ല. അങ്ങനെയുള്ള സെയിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് കസ്റ്റമർക്ക് നല്ലത് കൊടുക്കണം. അത് ആ ഒരു അപായം ധരിക്കുന്നവർ സംതിങ് അവരൊന്ന് ഡിഫറെന്റ് ആയിരിക്കണം മറ്റുള്ളവരെക്കാളും. അപ്പൊ ആ ഒരു ഫീൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഓരോന്നും ഡിഫറെന്റ് ആണ്. അതായത് ഒന്നിനോട് മാച്ച് ആകാത്ത തന്നെ ടോട്ടലി ഡിഫറെന്റ് ഡിസൈൻസ് ഉള്ളതുണ്ട്, മാച്ച് ആകുന്നതുണ്ട്, അങ്ങനെ ഉണ്ട്. അത് ഫസ്റ്റ്. സെക്കൻഡ്, നമ്മൾ അതേപോലെ തന്നെ ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നതാണ് ദുബായ് നൈറ്റീസ്. ആ ദുബായ് നൈറ്റീസിലും തന്നെ നമ്മളൊരു ബൾക്ക് പർച്ചേസിന് പോകുന്ന സമയത്ത് ആ ഒരു ബണ്ടിൽ പർച്ചേസ് ചെയ്യുന്ന സിസ്റ്റം അല്ല. അതും ഈ പറഞ്ഞ പോലെ ഡിസൈനിലേക്ക് പോകും. അതായത് ഇവരുടെ മനസ്സിൽ വരുന്നത് ഒരു ഏജിലുള്ള ആൾക്കാർക്ക് ഏത് ഇട്ടാലും ഭംഗി ഉണ്ടാവും, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഈ ഒരു പ്രായത്തിൽ വരുന്ന ഒരു പെൺകുട്ടിക്ക് ഈ നൈറ്റി എങ്ങനെ ചേരും, ഈ ഒരു കളറിലുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ചേരും, അല്ലെങ്കിൽ പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ ചേരും, ആക്കെ ചിന്തിച്ചിട്ടാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. മീൻസ് വാങ്ങുന്നത് സംഗതി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ചൂസ് ചെയ്യുന്നതിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ കുറെ സാധനം വാങ്ങിക്കൊണ്ടുകൊണ്ട് സെയിൽ ചെയ്തതിൽ കിടക്കില്ല. പിന്നെ തേർഡ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കരമായിട്ടൊരു പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഒന്നും അല്ല. ഞങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഇത് ഒരു കുറെ കൂടി ഒന്ന് എൻജോയ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഏത് സെയിലാണെങ്കിലും പർച്ചേസ് അങ്ങനെ. അപ്പൊ അത് നൈറ്റീസ് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊമിനന്റ് ആയ സാധനം എന്ന് പറയുന്നതാണ് മൊഡാൽ സിൽക്ക്. മൊഡാൽ സിൽക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു വലിയ ചരിത്രം തന്നെ. അതായത് അത് ശരിക്കും ഞങ്ങള് മൊഡാൽ സിൽക്ക് ആദ്യം ലോക്കൽ പർച്ചേസ് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ മൊഡാൽ സിൽക്ക് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് പോയി ഈ മാനുഫാക്ചർ ചെയ്യുന്നതിന് മുൻപ് എന്താണ് മൊഡാൽ സിൽക്ക് എന്ന് പഠിച്ചു. മൊഡാൽ സിൽക്കിന്റെ ചരിത്രം പഠിച്ചു. മൊഡാൽ സിൽക്ക് ഉണ്ടാക്കുന്ന ഗ്രാമങ്ങളെ പറ്റി പഠിച്ചു. അവിടെ ഞങ്ങൾ ദിവസങ്ങളോളം പോയി താമസിച്ചു. ഓരോരോ നെയ്ത്ത് ശാലയിലും പോയി അതിന്റെ കളറുകളെ പറ്റി പഠിച്ചു. അപ്പൊ അങ്ങനെ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ മാത്രമേ ഒരു മീൻസ് ഒരു ബ്ലോഗായിട്ട് ചെയ്യാൻ മാത്രമേ. കാരണം നമ്മുടെ ആൾക്കാരൊക്കെ ഈ ഒരു മൊഡാൽ സിൽക്ക് തന്നെ സാധനം ധരിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മൊഡാൽ സിൽക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് നല്ലത്. കാരണം ഒരു മൊഡാൽ സിൽക്കിന്റെ പ്രൊഡക്ഷൻ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 20 days കഴിയുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് അത് ശരിക്കും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ്. അത് ഏകദേശം 2000 കൊല്ലം പഴക്കണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മൊഡാൽ സിൽക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ഉള്ള കുറെ സംസ്കാരങ്ങളുണ്ട്. അത് ശില്പ സംസ്കാരങ്ങളുണ്ട്, തുണികളുണ്ട്, ഓരോരോ ആർട്ടുകൾ. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈവിധ്യമാർന്ന പിന്നെ കളറുകളാലും സംസ്കാരങ്ങളാലൊക്കെ ഭയങ്കര വ്യത്യാസമുള്ളതാണല്ലോ. അതിലൊന്നാണ് മൊഡാൽ സിൽക്ക്. അത് മീൻസ് മൊഡാൽ എന്ന് പറയുന്നത്. അതായത് ഇത് ശരിക്കും ഇതിന്റെ പ്രൊഡക്ഷൻ വരുന്നത് അജ്രക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഗുജറാത്ത് ഏരിയയിലാണ്. അതൊരു കമ്മ്യൂണിറ്റിയാണ്. ഖത്രി എന്ന് പറഞ്ഞ സമൂഹമാണ്. ഒരു തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഈ മുഗളന്മാരുടെ കാലം മുതൽ പ്രൊഡക്ഷൻ ചെയ്ത് കൊണ്ടുവരുന്ന സാധനമാണ് മൊഡാൽ. അതായത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകൾ. നമ്മളവിടെ പോയാൽ നമുക്ക് തന്നെ കാണാൻ പറ്റും ഓരോ വീടുകളിൽ ഇതൊരു കുലത്തൊഴിലായിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ശരിക്കും യഥാർത്ഥ മൊഡാൽ അവിടെ കിട്ടുക. പക്ഷെ മൊഡാലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. നമ്മൾക്ക് മൊഡാലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാകില്ല. പക്ഷെ ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത സമയത്ത് തന്നെ അത് കറക്റ്റ് സീക്വൻസിൽ നമുക്ക് മെഷീൻ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിന്റെ വേരിയേഷൻസ് കാണാം. മോഡൽ ബ്ലോക്കുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും, പല സ്ഥലത്തൊക്കെ വ്യത്യാസം. അത് ശരിക്കും അതാണ് മൊഡാൽ സിൽക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 245ഓളം കുടുംബങ്ങളാണ് ആ കമ്മ്യൂണിറ്റിയിലുള്ളത്. ഇന്ത്യയിൽ ചെയ്യുന്നത് അവരേ ഉള്ളൂ. അതിന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചാൻസുകളും ഉണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന അവിടെ നിന്നാണ് മൊഡാൽ സിൽക്ക് പർച്ചേസ് ചെയ്യുന്നത്. അതിന്റെ ഒറിജിൻ, അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു ബിസിനസ്സിൽ തന്നെ നമ്മൾക്കൊരു ട്രാൻസ്പെറൻസി വേണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്, ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അത് ഞങ്ങൾ അവിടെ പോയി താമസിച്ച് ഞങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് അതിന്റെ വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൊടുക്കാൻ. ഞങ്ങൾ ആ വീഡിയോസ് ഉണ്ട്, അത് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഈ വീഡിയോന്റെ കൂടെ നമ്മളെ അത് നമുക്കൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമർക്ക്
അത് കൊടുക്കുക. ശരിക്കും നമ്മൾ അറിയേണ്ട സംഭവങ്ങളാണ് അതൊക്കെ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രൊഡക്ട്സും വാങ്ങുമ്പോൾ നമ്മൾ അത് വാങ്ങി ജസ്റ്റ് പോകും. പക്ഷെ ഇതിന്റെ ഒക്കെ ബാക്കിൽ ഇത്രയും സ്റ്റോറി ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ട് ഇതിന്റെ ബാക്കിൽ ഓരോ കാര്യങ്ങളും അത്രയും ഡീറ്റെയിൽ ആയി അറിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ തന്നെ. പക്ഷെ ഇതൊന്നും ശരിക്കും ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. സോ നമ്മളെ വീഡിയോ കൂടെ ഇത് കുറച്ച് ആളിലേക്കും കൂടെ എത്തട്ടെ. അതെ, ശരിക്കും ഇതിന് പറഞ്ഞതാണ് ഇതിന് സത്യം. കാരണം നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിയിട്ട് അത് ഇട്ട് ഉപയോഗിച്ചിട്ട് പോവുക, അതിലല്ല. നമ്മളിപ്പോ ഏതൊന്നിലും നമ്മൾ ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ ഡിസൈനിൽ നമ്മൾ എൻജോയ്മെന്റ് കാണും, അതിന്റെ പ്രൊഡക്ഷനിൽ നമ്മൾ എൻജോയ്മെന്റ് കാണും, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൽ എൻജോയ്മെന്റ് കാണും. നമ്മൾക്കിപ്പോ കടകളിൽ പോയി കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് കിട്ടും, 2000 കിട്ടും, 20,000 കിട്ടും, 2 ലക്ഷത്തിന് കിട്ടും. ഇറ്റ് ഡിപ്പെൻസ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അല്ല ഒരു കോൺഫിഡന്റോടുകൂടി ഉപയോഗിക്കണേ നമ്മൾ ആ പ്രോഡക്റ്റിനെ പറ്റി അറിയണം. നമ്മൾ ശരിക്കും ഈ മൊഡാൽ സിൽക്ക് എന്നൊക്കെ പറയുന്നത് ഈ വെജിറ്റബിൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ കറകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും അതിന് ഡിസൈൻ ചെയ്യുന്നത്. ശരിക്കും അതിന്റെ ആ ഒരു സ്റ്റെയിൻസ് എന്ന് പറയുന്നത് അതാണ്, ഒറിജിനൽ ആണ് സംഭവം. നമ്മളിവിടെ കാണുന്നതൊക്കെ വെച്ചാണെങ്കിൽ ഈ കെമിക്കൽ പ്രിന്റുകളാണ്. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ആ വീഡിയോയിൽ കൊടുത്താൽ ഒരു പക്ഷെ എല്ലാവർക്കും എന്താണ് മൊഡാൽ എന്ന് പറയുന്നത്, അത് ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ അത് ഞങ്ങൾ വൈഡായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് നല്ല കസ്റ്റമർ ഉണ്ട്, അന്വേഷിച്ച് വരുന്നുണ്ട് ഇവിടെ. മൊഡാൽ അന്വേഷിച്ചിട്ട് പിന്നെ ഈവൻ മലപ്പുറത്തു നിന്നൊക്കെ വന്ന് കസ്റ്റമർ ഉണ്ട് നമുക്ക്. കൊണ്ടോട്ടിന്ന് അന്വേഷിച്ചിട്ടുണ്ട്, കുറ്റ്യാടി ഭാഗത്തുനിന്ന് വരുന്നുണ്ട്, തലശ്ശേരി ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതവരൊക്കെ മൊഡാലിനെ പറ്റി അറിയുന്നവരാണ്. മൊഡാൽ സിൽക്കിൽ നമുക്ക് എന്തൊക്കെ വെറൈറ്റി ആണ് ഇവിടെ ഉള്ളത്? വെറൈറ്റി മൊഡാൽ സിൽക്സില് പിന്നെ സാരി ഉണ്ട്, ചുരിദാർ മെറ്റീരിയൽ. ഇനിയിപ്പം പുതിയത് വരുന്നുണ്ട്, കഫ്താൻ വരുന്നുണ്ട്, കഫ്താന്റെ ഷോർട്ട് വരുന്നുണ്ട്. പിന്നെ ടീനേജിന് ഒന്നുമില്ല എന്നൊന്നും ഇനി പറയലുണ്ടല്ലോ. അപ്പം അതിന് നമുക്കൊരു ഷർട്ട് മോഡല് ഉണ്ടാക്കണം. അതൊക്കെ നമുക്കിനി വരുന്നുണ്ട്. സോ മൊഡാൽ സിൽക്കിൽ നമുക്കൊരു ഹ്യൂജ് വെറൈറ്റി തന്നെ പ്രതീക്ഷിക്കാം ഗൈസ്. അത് കൂടാതെ തന്നെ അതിനകത്ത് ആ മൊഡാൽ സിൽക്ക് ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ ഒരു എലഗൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആദ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത രണ്ടാമത്തെ കാര്യം ഏറ്റവും നല്ലൊരു ടൈലർ അപ്പോയിന്റ് ചെയ്തതാണ് ഇവിടെ ഇൻ ഹൗസ് ആയിട്ട്. അത് നമ്മളെ നാട്ടിലെ ഏറ്റവും നല്ല അറിയപ്പെടുന്ന നല്ലൊരു ടൈലറാണ് ഞാൻ കിട്ടിയത്. കാരണം അയാളെ പുള്ളിനെ നമ്മൾ പല ഇന്റർവ്യൂ ചെയ്തിട്ടൊക്കെ നമ്മൾക്ക് ഹാപ്പി ആകുന്ന രീതിയിലാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്തത്. ഞങ്ങൾക്ക് ആ രീതിയിലൊന്നും ബിസിനസ്സുകളൊന്നും ആയിട്ടില്ല, എന്നിരുന്നാൽ കൂടി ഞങ്ങൾ പുള്ളിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് അതൊരു പുള്ളിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഡിസൈൻ പാർട്ട് ആണെങ്കിലും സ്റ്റിച്ചിങ്, കാരണം ഇത് തയ്ക്കുന്ന ആൾക്കും ഒരു ക്വാളിറ്റി വേണം. അതൊരു നോർമൽ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് അത് ഇട്ടിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ അത് മൊഡലാകുന്നില്ല. അപ്പൊ അതിനൊരു ക്വാളിറ്റി വേണം. അപ്പൊ കൊടുക്കുന്ന മോഡല് സ്റ്റിച്ച് ചെയ്തിരുന്നുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് വെച്ചാണെങ്കിൽ ക്ലോത്തുകൾ നമ്മൾ ഈ കട്ട് ചെയ്തിട്ട് മീൻസ് എന്താണ് പറയുന്നത്, നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ മെറ്റീരിയൽ ഇല്ലേ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്, എന്തായാലും പറയാം, കോട്ടൺ ചുരിദാർ. അതിനെ മുറിച്ച് കൊടുക്കുന്ന രീതിയിൽ. കാരണം ഇതുവരെ പീസുകളെ നമ്മൾ വെച്ചത് ഓരോരോ പീസായിട്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇനിയിപ്പോൾ ടോപ്പ് മാത്രം വേണ്ടവരുണ്ടാവും, പാൻറ് മാത്രം വേണ്ടവരുണ്ടാവും, ഷോള് മാത്രം വേണ്ടവരുണ്ടാവും. അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഇനി മുന്നോട്ട് നോക്കുന്നത്. കോട്ടന്റെ മെറ്റീരിയൽ അതില് പ്യുവർ കോട്ടൺ ആണ്. പ്യുവർ കോട്ടൺ. അതായത് ബേസിക്കലി നല്ല പ്രൊഡക്റ്റുകൾ കൊടുക്കുക, ആ പ്രൊഡക്റ്റുകൾക്ക് ജനുവിൻ അയക്കുക. പിന്നെ ഇവിടെ നമ്മള് ഇവിടെ വൈഫ് ആയതുകൊണ്ട് പറയുന്നതല്ല, ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാല് നല്ലതാണ് നല്ലതെന്ന് പറയും, ചീത്താണ് ചീത്ത എന്ന് പറയും. കളറുകൾ ദുപ്പട്ടകൾ ഷോളുകൾ ഉണ്ടെങ്കിൽ അവള് പറയുന്നത് കളർ ഇളകുന്ന ദുപ്പട്ടാണ്. അത് നമ്മൾക്ക് കളർ ഇളകുന്ന ഇത് കൊടുത്തിട്ട് അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഇന്നില്ല. മീൻസ് അങ്ങനെ ഒരു കളർ ഇളകുന്നതാണെങ്കിലും ഞാനൊരു 3-4 മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഷോപ്പിൽ വെച്ചത്. കാരണം ഒരു പ്രാവശ്യം നമുക്ക് എന്തായാലും ആദ്യത്തെ അലക്കലില് ഒരു കളർ ഉണ്ടാവും, കളർ ഇളകും കോട്ടൻ്റെത്. അപ്പോൾ ആ കളർ ഇളകി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം അതെങ്ങനെ. പിന്നെ അതിൻ്റെ മിറർ വർക്ക് ഇരുന്നുണ്ട്, അത് പോന്ന് പറഞ്ഞെടുക്കും. കാരണം വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റൂല അത്. അപ്പോൾ അത് കയ്യിൽ ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് അലക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ തന്നെ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് ഇതാക്കുന്നത്. അല്ലാതെ നമ്മൾ വാഷിംഗ് പൗഡറൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഇത് നിരക്കുന്നതും ആകുന്നതും. എല്ലാ ഡ്രസ്സും അങ്ങനെ തന്നെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഇപ്പോഴുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇങ്ങനെ ഡിറ്റർജന്റിനെ പോലെ നല്ല ഷാമ്പു ഉപയോഗിക്കുന്നത്. കാരണം അധികം ഒന്നും ചളിയാത്ത ഡ്രസ്സുകളാണ് ഇപ്പൊ എല്ലാ പിന്നെന്താ പറയാ എല്ലാ ജനറേഷൻസും ഉപയോഗിക്കുന്നത്. നമ്മളുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഇത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇതുപോലെ തന്നെ ഹൈ പോയിസണസ് ഡിറ്റർജന്റുകളല്ല, ലിക്വിഡ്. അതുപോലെ തന്നെ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് തന്നെ ആ വസ്ത്രത്തിന്റെ തന്നെ വെണ്മ എന്നൊക്കെ പറയില്ലേ, അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്തിനാണ് ശരിക്കും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ദിവസങ്ങളോളം അങ്ങനെയുള്ള ഒരു ഡ്രസ്സുകളൊന്നും ലോകത്ത് ഇപ്പൊ ആരും ഡിസൈൻ ചെയ്യുന്നില്ല. പണ്ട് കാലത്തൊക്കെ ആയിരുന്നു ഈ
വയലിൽ പണിയെടുക്കുന്ന പോലെ ഡ്രസ്സുകൾക്കൊക്കെ അങ്ങനെ ആ ഒരു കറകൾ വന്നാലൊക്കെ ആ രീതിയിലൊക്കെ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും. അതുകൊണ്ട് ആക്കെ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വേറെ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഷനായിലുള്ളത്? വേറെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അത് ഓക്കെ. വലിയ വൈഡായിട്ട് ചെയ്യുന്നില്ല, ഉം. ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. ആ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾക്കും പ്രത്യേകത ഉണ്ട്, ഓക്കെ. ഓരോന്നിനും പ്രത്യേകത പോലെ. ഇതിവിടെ നമ്മൾ സെയിൽ ചെയ്യുന്ന ഓരോരോ പ്രൊഡക്റ്റും കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന തന്നെ സാധനങ്ങളാണ്. ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതിന്റെ ആ ഒരു ഹെൽത്ത് ആയിട്ടുള്ള കോൺഷ്യസ് തന്നെ നിലനിർത്തിക്കൊണ്ട് അലർജികളൊന്നും ഇല്ലാത്ത മീൻസ് അവള് തന്നെ കാലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആ പ്രൊഡക്റ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചാണ് കാലങ്ങളായിട്ട്.